നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലേ, ഞാൻ തണലോരം പോയ വീഡിയോ കാണിക്കാതെ, പക്ഷേ ഇന്ന് വരെ ഞാനത് കാണിച്ചിട്ടില്ലല്ലേ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പം തണലോരം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നീരിക്കാടാണ് കേട്ടോ. നീരിക്കാട് ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അണ്ടറിലാണ് തണലോരം വരുന്നത്. ഈ തണലോരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജ് വഴിയായിരുന്നു കേട്ടോ. മീനച്ചിലാറിൻ്റെ ഭംഗി അതുപോലെ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്പുകൾ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റെപ്പുകൾ വഴി നമ്മൾ ഇറങ്ങി ചെന്ന് കാല് കഴുകാം, മുഖം കഴുകാം, തുണി അലക്കാം. പക്ഷേ ഒരിക്കലും മീനച്ചിലാറ്റിലേക്ക്, അതായത് നമ്മുടെ ആ ആറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം നല്ല താഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം അവർ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇറങ്ങാൻ കൂടി ചെയ്തേക്കരുതെന്നുള്ള കാര്യം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തണലോരം എന്ന് പറയുന്ന സ്ഥലം ഒരു കുറച്ച് ആളുകൾ കൂടി കണ്ടുപിടിച്ച് സെറ്റപ്പ് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരും ബാക്കി കുറച്ച് ആൾക്കാരോട് കൂടിയാണ് ആ ഒരു സ്ഥലം ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ കാര്യം. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഒത്തിരി പേര് വന്നു പോകുന്ന സ്ഥലമായതിനാൽ ഇതൊന്നും ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാർ പോത്തിനെ കെട്ടുന്നു, പിന്നെ നമ്മുടെ പശുവിനെ കെട്ടുന്നു, ആടിനെ കെട്ടുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ തണലോരം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ, അതായത് ഒത്തിരി പേര് കാണാൻ വരുന്ന സ്ഥലമല്ലേ, അപ്പം ഇതൊക്കെ മറികടന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പം അതിൻ്റെ ചുവട്ടിലായിരിക്കും ചിലപ്പോൾ ഊഞ്ഞാൽ കെട്ടി ഇട്ടിട്ടുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. നമുക്കൊരു ഇറിറ്റേഷൻ വരും, അതായത് സ്മെല്ലും ഒക്കെ കൂടി. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ ഒഴിച്ചാൽ തണലോരം ഒരു ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. അതായത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണം നമുക്ക് പറയാം. അതായത് ഞാൻ അന്ന് പോയി ഇപ്പോൾ നിങ്ങൾ കാണിച്ച ആ സ്ഥലമേ അല്ല തണലോരം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു ചെറിയ കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഊഞ്ഞാലും ഇരിക്കാനുള്ള സംഭവങ്ങളും എല്ലാം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരെങ്കിലും നീർക്കാട് വഴി പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തണലോരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അടിപൊളിയാണ്. ഒരുപാട് ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ തണലോരത്തെക്കുറിച്ചുള്ള ഒരു കവറപ്പൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തണലോരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, എല്ലാവരും കണ്ടിരിക്കുക.